ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. പാറയ്ക്കൽ ഷീലയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ അയൽവാസി ശശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബിനീഷ് ആന്റണി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനീഷ്, ഈ സംഭവത്തിന്റെ ഒരു കാരണത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ ഈ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ലിബീഷ്, ഈ വ്യക്തിവൈരാഗ്യമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഉണ്ടായിരുന്നത്. ഏതായാലും ഈ പ്രതിക്കും മുഖത്തെല്ലാം പൊള്ളലേറ്റിട്ടുണ്ട്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രതി പോലീസ് കസ്റ്റഡിയിലുണ്ട്. പ്രതിക്കും പ്രാഥമിക ശുശ്രൂഷ നൽകുന്നുണ്ട്. ഏതായാലും ഷീലയ്ക്ക് ഇപ്പോൾ പൊള്ളലേറ്റ ഷീലയ്ക്ക് 60% പൊള്ളലേറ്റിട്ടുണ്ട്. ഏതായാലും തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാധ്യതയാണ് ഡോക്ടർമാർ പറയുന്നത്. വ്യക്തിവൈരാഗ്യം തന്നെയാണ്. ഈ ജോലി സ്ഥലത്ത് വെച്ച് എന്തോ വ്യക്തിവൈരാഗ്യം മൂലമാണ് ഇത്തരത്തിൽ സംഭവം നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു 3:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ പ്രതി എന്ന് പറയുന്ന ശശി ഈ ഷീലയെ കയ്യിൽ പിടിച്ച് വലിച്ച് ഈ പ്രതിയുടെ വീട്ടിൽ കയറ്റുകയും ഡോർ അടയ്ക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരെല്ലാം തന്നെ ഈ ഡോറ് തട്ടുകയും ഈ പ്രതി തുറക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ഈ ഉടുമ്പൻചോല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തി വാതിൽ മുട്ടി തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതി ഉള്ളിൽ നിന്ന് പറഞ്ഞു, തുറന്നു കഴിഞ്ഞാൽ ഞാൻ തീ കൊളുത്തും എന്നുള്ള രീതിയിൽ ഈ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കി. തുടർന്ന് ഈ പ്രതി പോലീസ് ഡോറ് തുറക്കാൻ ശ്രമിക്കുക തന്നെ പ്രതി കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിക്ക് മുന്നിൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഏതായാലും യുവതിക്ക് 60% പൊള്ളലേറ്റ് നെടുങ്കണ്ടം ആശുപത്രിയിലെ പ്രതിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഏതായാലും പ്രതി പോലീസ് കസ്റ്റഡിയിലാണ്. ഏതായാലും എന്താണ് ഇത്തരത്തിൽ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ച ശേഷമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ലതീഷ്, ശരി. ബിനീഷ്, ഉടുമ്പൻചോലയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. അയൽവാസി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.